നമസ്കാരം. ഇവനെ അറിയാവോ എന്ന് ചോദിച്ച് ഞാൻ വെറുതെ നാണം കെടാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോണ വിസ്കി മക്ഡോവൽസ് നമ്പർ 1. അതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ 2025 കണക്ക് വെച്ചിട്ട് ഇവൻ ലോകത്തിൽ വിറ്റുപോയത് 32 മില്യൺ കേസുകളാണ്. രണ്ടാം സ്ഥാനത്തുള്ളതും ഇന്ത്യക്കാരൻ തന്നെ 28 തൊട്ട് 31 മില്യൺ വരെ വിറ്റുപോയേക്കുന്ന റോയൽ സ്റ്റാഗ്. മൂന്നാം സ്ഥാനം വേറെ എവിടെ പോകാൻ, ഇന്ത്യ തന്നെ. ഓഫീസേഴ്സ് ചോയ്സ് വിറ്റുപോയത് 23-24 മില്യൺ കേസ്. നാലാമത്തെ പക്ഷേ ഇന്ത്യക്കാരനല്ല എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അതും ഇന്ത്യക്കാരൻ തന്നെ. ഇമ്പീരിയൽ ബ്ലൂ 22-23 മില്യൺ കേസ്. ഇതിൻ്റെയൊക്കെ പുറയിൽ അഞ്ചാമതേ വരൂ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സ്കോച്ച് വിസ്കി ജോണി വാക്കർ 21-22 മില്യൺ. ആറാമത്തത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ബർബൻ ജിം ബീം 16-17 മില്യൺ. അടുത്തത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഐറിഷ് ജെമിസൺ. ഇതിൻ്റെയൊക്കെ കണക്കിന് മുന്നിൽ അത് വെറും ശിശുവാണ്. 7 തൊട്ട് 10 മില്യൺ വരെ മാത്രം. ഈ പറഞ്ഞതൊന്നും നമുക്ക് അത്ര അഭിമാനിക്കാൻ പറ്റിയ കാര്യങ്ങളല്ലാന്ന് എനിക്കറിയാം. ഇത്രയൊക്കെ വിറ്റുപോകണമെങ്കിലും നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതുൾപ്പെടെ വേൾഡ് വിസ്കി മാർക്കറ്റിലെ ഒരു വിസ്കി ആയിട്ട് പോലും കൂട്ടിയിട്ടില്ല. കാരണം ഇതിനകത്തൊക്കെ ന്യൂട്രൽ സ്പിരിറ്റ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവൻ തന്നെ മക്ഡോവൽസ് നമ്പർ 1 ബ്ലെൻഡ് ചെയ്തേക്കുന്ന 3 ഐറ്റംസ്. 1 ഇമ്പോർട്ടഡ് സ്കോച്ച് മാൾട്ട്, 2 ഇന്ത്യൻ മോൾട്ട്, മൂന്നാമത്തത് മൊലാസിസ് ബേസ്ഡോ ഗ്രെയിൻ ബേസ്ഡോ ആയിട്ടുള്ള ന്യൂട്രൽ സ്പിരിറ്റ്. ഈ ന്യൂട്രൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് വേൾഡ് വിസ്കി സ്റ്റാൻഡേർഡ്സിൽ നോയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാം, വിസ്കി എന്നല്ല സ്പിരിറ്റ് വിസ്കി. എന്നാ പിന്നെ എന്തിനാടാവോ ഈ കഥ മുഴുവൻ തള്ളിയെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ഒരു കാര്യമുണ്ട്. ഇന്ന് ഒരു കൂട്ടുകാരൻ നമുക്ക് ഈ ഫോട്ടോ അയച്ചു തന്നിട്ട് ഇത് ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സത്യം പറയാലോ, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. മക്ഡോവൽസ് സിംഗിൾ മോൾട്ട്. ഞാൻ ആദ്യം ഓർത്തു AI വെച്ചുണ്ടാക്കിയ ഫോട്ടോയാണ്. അല്ല, മക്ഡോവൽസിന്റെ ഇപ്പോഴത്തെ ഓണർ ഡിയാജിയോ 2024 ഇറക്കിയ ഇന്ത്യൻ സിംഗിൾ മോൾട്ട് വിസ്കിയാണ്. അതും ലിമിറ്റഡ് എഡിഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവന്റെ കഥയൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. ഇതിനകത്ത് ന്യൂട്രൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. 100% ലോക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ മോൾട്ടഡ് ബാർലി വെച്ച് മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേൾഡ് വിസ്കി സ്റ്റാൻഡേർഡ്സ് എല്ലാം പാലിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, 3 ടൈപ്പ് കാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 1 എക്സ് ബർബൻ കാസ്ക്, 2 അമേരിക്കൻ ഓൾഡ് കാസ്ക്, പിന്നെ ഇന്ത്യൻ വൈൻ കാസ്കും. ഇത് വെറും 6000 ബോട്ടിൽ മാത്രമുള്ള ലിമിറ്റഡ് എഡിഷനാണ്. കേട്ടിട്ട് ഞാൻ ഇംപ്രസ്ഡ് ആയി. ഇപ്പോൾ ഇറങ്ങിയിട്ട് 2 വർഷമായി, വെറും 6000 പീസേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരെണ്ണം എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ കിട്ടിയാൽ 100% ഒരെണ്ണം പൊക്കും. വില ഏകദേശം 3500-നും 3900-നും ഇടയ്ക്കാണെന്നാണ് കണ്ടത്. ഈ പ്രത്യേകതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അത്ര വലിയ കടുപ്പമുള്ള വിലയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കാവുന്ന ഐറ്റമാണ്. ഡ്രിങ്ക് റെസ്പോൺസിബിളി ആൻഡ് കളക്ട് റെസ്പോൺസിബിളി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ചിയേഴ്സ്.